എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു പാരമീൻ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ മറ്റൊരു സ്റ്റൈലിലാണ് ഞാൻ ഈ ഒരു മീൻ കറി ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഈ വേളാപ്പാര മീൻ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ മീൻ തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വയ്ക്കാം. ഈ മീൻ വെച്ചിട്ട് ഇന്നലെ വേറൊരു രീതിയിലാണ് കറി തയ്യാറാക്കിയത്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ തിരിങ്ങി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പ് അളവിൽ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണ്. എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടി, അതായത് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. അരച്ചെടുത്ത ഈ തേങ്ങാക്കൂട്ട് ഒരു മൺചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നേരത്തെ കുതിർത്ത് വെച്ച കുടംപുളി വെള്ളത്തോടെ ഞാനങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായി കീറിയെടുത്ത 6-7 പീസ് കുടംപുളി ഞാൻ നേരത്തെ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഈ കറിക്ക് എത്രയാണ് വെള്ളം വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. ഇനി ഇത് സ്റ്റവിലേക്ക് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 2 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഞാനിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുകയാണ്. മീൻ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന മീനാണ്. ഇനി കൂടുതൽ വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു അടച്ചു വെച്ച് നമുക്കിത് 5 മിനിറ്റ് സമയം ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് സമയം കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, മീനൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് കറിയുടെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് താളിച്ചിട്ട് കൊടുക്കുകയാണ്. തേങ്ങ അരച്ച വേളാപ്പാര മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണിത്. കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെ പ്രയോജനമാകും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.